ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന്. ടെലിവിഷൻ റേറ്റിംഗ് കണക്കാക്കുന്നതിൽ പുതിയ പരിഷ്കാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ലാൻഡിംഗ് പേജ് വഴിയുള്ള വ്യൂവർഷിപ്പ് ഇനി മുതൽ റേറ്റിംഗിന് കണക്കാക്കലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തീരുമാനിച്ചു. കഴിഞ്ഞ കുറച്ച് അധികം കാലമായി ഇതൊരു ചർച്ചയായിരുന്നു. 24 ഇതിനു വേണ്ടി വലിയൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. ലാൻഡിംഗ് പേജ് എടുത്ത് അതിലൂടെ ഒരു 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 വാർത്താ ചാനലോ അല്ലെങ്കിൽ ഒന്നിലധികം വാർത്താ ചാനലുകളോ ലാൻഡിംഗ് പേജിൽ 1, 2, 3 ലാൻഡിംഗ് പേജിൽ കരസ്ഥമാക്കി കൂടുതൽ റേറ്റിംഗ് ഉറപ്പുവരുത്താനുള്ള മാർക്കറ്റിൽ കൂടുതൽ വിപണന സാധ്യത കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് തടയിട്ടുകൊണ്ട് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം അസന്നിഗ്ധമായി തീരുമാനിച്ചിരിക്കുന്നു. ഇനി മുതൽ ടെലിവിഷൻ റേറ്റിംഗ് തീരുമാനിക്കുന്നതിൽ ലാൻഡിംഗ് പേജ് നിർണായക ഘടകമാകില്ല. അതൊരു മാർക്കറ്റിംഗ് ടൂളായി മാത്രമേ കാണാൻ കഴിയൂ. ഒരു കാരണവശാലും ടെലിവിഷൻ റേറ്റിംഗ് ഒരു ചാനലിൻ്റെ ടെലിവിഷൻ പൊസിഷനോ അല്ലെങ്കിൽ റേറ്റിംഗോ കണക്കാക്കുന്നതിന് ഈ ലാൻഡിംഗ് പേജ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലായി കാണും. നമ്മൾ ഒരു ടെലിവിഷൻ ചാനൽ ഒരു ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ചാനൽ അതാണ് ഒന്നാമത്തെ ലാൻഡിംഗ് പേജ് ചാനൽ. അത് കഴിഞ്ഞ് ചിലപ്പം ചില കേബിൾ നെറ്റ്വർക്കിൽ ഒരു ചാനലിലൂടെ കാണും, അത് രണ്ടാമത്തെ ലാൻഡിംഗ് പേജ് ആവും. ചിലപ്പോൾ 3 വരെ പോകും, മൂന്നാമതും ലാൻഡിംഗ് പേജ് കാണും. അപ്പോൾ പക്ഷേ ഇത്തരം മാർക്കറ്റിംഗ് രീതികളോട് വാർത്താവിതരണ മന്ത്രാലയം യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം രീതികൾ അനുവദിക്കാൻ ബാർക്കാണ് ഇന്ത്യയിലെ റേറ്റിംഗ് ഏജൻസി ടെലിവിഷൻ റേറ്റിംഗ് നടത്തുന്നത്. ഈ ബാർക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി വാർത്താവിതരണ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. ഇതിനുവേണ്ടി NBF എന്ന ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടന, അന്ന ഗോസ്വാമി പ്രസിഡന്റായുള്ള സംഘടന കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് കുറച്ചധികം കാലമായി ഇങ്ങനെ മെമ്മോറണ്ടങ്ങൾ കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും 24 നൽകിയിട്ടുള്ള വാർത്തകളുടെ ഒരു ഇമ്പാക്റ്റായിട്ട് വേണമെങ്കിൽ കാണാം. ഡൽഹിയിൽ നിന്ന് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി PR അരവിന്ദ് തത്സമയം ചേരുകയാണ്. അരവിന്ദ്, എപ്പോഴാണ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിൽ നിന്ന് വന്നത്? ഇതിൻ്റെ വിശദമായി എന്താണ് നമുക്കറിയാൻ കഴിഞ്ഞത് വാർത്താവിതരണ മന്ത്രാലയത്തിൽ നിന്ന്? SK 5 മിനിറ്റ് മുമ്പാണ് ഒരു നിർണായകമായ തീരുമാനം കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ടെലിവിഷൻ റേറ്റിംഗിൽ പുതിയ പരിഷ്കാരങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലാൻഡിംഗ് പേജ് വഴിയുള്ള വ്യൂവർഷിപ്പ് ഇനി മുതൽ റേറ്റിംഗിൽ കണക്കാക്കില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വലിയ വിലയ്ക്ക് ലാൻഡിംഗ് പേജുകൾ വാങ്ങി ഈ വ്യൂവർഷിപ്പിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ വലിയ രീതിയിൽ ചാനലുകൾ ശ്രമം നടത്തുന്നു. അത്തരമുള്ള ശ്രമം ഇനി നടക്കില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രധാനമായ തീരുമാനമാണ്. കൃത്യമായി ജനങ്ങൾ കാണുന്ന ചാനലുകൾക്ക് മാത്രമായിരിക്കും ഇനി വ്യൂവർഷിപ്പ് ലഭിക്കുക. പണം നൽകി ലാൻഡിംഗ് പേജുകൾ വാങ്ങിച്ചാൽ അത് വ്യൂവർഷിപ്പിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്താവിതരണ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ലാൻഡിംഗ് പേജുകൾ ഇനി വെറും മാർക്കറ്റിംഗ് ടൂളായി മാത്രമായിരിക്കും ഉപയോഗിക്കുക എന്നതുകൂടി ഇപ്പോൾ വാർത്താവിതരണ മന്ത്രാലയം വ്യക്തമാക്കുന്നു. റേറ്റിംഗിൽ കൃത്രിമം കാണിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഈ നീക്കമെന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ലാൻഡിംഗ് പേജുകൾ വാങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യൂവർഷിപ്പ് തങ്ങൾക്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പല ചാനലുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നിരവധി പരാതികൾ 24 അടക്കം നൽകിയിരുന്നു. എന്തായാലും കൃത്യമായ ഇടപെടൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും റേറ്റിംഗിന്റെ വിശ്വാസ്യത കൂട്ടുന്നതിനായി വിവരങ്ങൾ ശേഖരിക്കുന്ന വീടുകളുടെ എണ്ണം കൂട്ടുമെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ TV റേറ്റിംഗ് ഏജൻസികൾക്കുള്ള ആസ്തി മാനദണ്ഡങ്ങളും ഇപ്പോൾ ലഘൂകരിച്ചിരിക്കുന്നു. യോഗ്യതാ മാനദണ്ഡം 20 കോടിയിൽ നിന്ന് 5 കോടി രൂപയായിട്ടാണ് കുറച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമായ തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനം, ലാൻഡിംഗ് പേജുകളിലെ വ്യൂവർഷിപ്പ് അതൊരു ചാനലിന്റെ റേറ്റിംഗ് ആയി കണക്കാക്കില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പണം ഒഴുക്കിക്കൊണ്ട് ഇത്തരത്തിൽ വ്യൂവർഷിപ്പ് സ്വന്തമാക്കുന്ന ചാനലുകളുടെ ഒരു നടപടി അത് ഇനി ഒരിക്കലും നടക്കില്ല. കൃത്യമായി ജനങ്ങൾ കാണുന്ന ചാനലുകൾക്ക് മാത്രമായിരിക്കും റേറ്റിംഗ് ലഭിക്കുക. ഇനി ഈ ലാൻഡിംഗ് പേജുകൾ വാങ്ങുന്നത് ഒരു മാർക്കറ്റിംഗ് ടൂളിന് മാത്രമായിരിക്കുമെന്നതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൃത്യത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. കൂടുതൽ വീടുകളിലേക്ക് ബാർക്ക് മീറ്ററുകൾ എത്തിക്കുവാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കൃത്രിമത്വം ഈ ബാർക്ക് റേറ്റിംഗിൽ ഉണ്ടാകുന്നുവെന്ന വിമർശനം വിവിധ കോണിൽ നിന്ന് ഉണ്ടായിരുന്നു. വിവിധ പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നിലവിലെ ഏജൻസികൾ 6 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കും. കൂടുതൽ വീടുകളിലേക്ക് ബാർക്ക് മീറ്ററുകൾ എത്തിക്കും. ഏകദേശം 80,000 വീടുകളിലേക്ക് കൂടുതൽ ബാർക്ക് മീറ്ററുകൾ എത്തിക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഡേറ്റയും അതുപോലെ തന്നെ ഈ രീതി ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്ന രീതി അടക്കം വെബ്സൈറ്റുകളിൽ ഏജൻസികൾ കൃത്യമായി പ്രസിദ്ധീകരിക്കണമെന്ന് കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും കൃത്രിമത്വമായി ലാൻഡിംഗ് പേജുകൾ വലിയ രീതിയിൽ പണമൊഴുക്കിക്കൊണ്ട് വാങ്ങുന്ന ചാനലുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലാൻഡിംഗ് പേജിലെ വ്യൂവർഷിപ്പുകൾ അത് ഒരിക്കലും ഒരു ചാനലിന്റെ റേറ്റിംഗ് ആയി കണക്കാക്കാൻ സാധിക്കില്ല. അത് ഇനി മുതൽ കണക്കാക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. SK
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.